അപ്പോൾ പ്രേക്ഷകർക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും IM വിജയനും ഒക്കെ ഈ അവിസ്മരണീയമായ മത്സരം കാണാൻ അമേരിക്കയിലുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ്. നമുക്ക് IM വിജയൻ ഈ മത്സരശേഷം ആ ഒരു മത്സരത്തെക്കുറിച്ച് അതിൻ്റെ ആവേശത്തെക്കുറിച്ചൊക്കെ പ്രതാപ് നായരുമായി സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ കളിയുടെ വിജയത്തിനെ എങ്ങനെ കാണുന്നു? അർജന്റീന എല്ലാവരും ജയിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റാണ്, അർജന്റീന വരെ നല്ല കളി എന്ന് കളിച്ചത്. പക്ഷെ നല്ല ടീമിന്റെ അടുത്ത് നമ്മുടെ ഇംഗ്ലണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിഫൻസ് ഗെയിം മാറും. പക്ഷെ അവര് ബോളിനോട്ടില്ല. സെക്കൻഡ് ബോൾ അടിച്ച് പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടും തിരിച്ചത്. ബ്രസീലിന്റെ റൈറ്റ്സ് ഉണ്ടോ കോസ്, അതാണ് മാജിക്. ആദ്യത്തെ ഒരു ഗോളിനെ പിന്നിട്ട് നിന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അല്ലെ ഞങ്ങൾക്ക് ഷോട്ടുണ്ടായിരുന്നു. കളി കണ്ടപ്പോ ഞങ്ങൾക്ക് അടിക്കുന്നു, തീർച്ചയായിട്ടും അടിക്കുന്നു പറഞ്ഞു. ഈ പകരക്കാരൻ ഇറങ്ങിയാണ് ഇത്തവണയും രണ്ടാമത്തെ ഗോള്. അത് മെൻ സ്ട്രെങ്ത് ബെസ്റ്റ് ആണ്. നേരെ എന്തായാലും കഴിഞ്ഞ ഖത്തർ നടന്ന ലോകകപ്പിലും വിജയേട്ടനോടെ പോയിരുന്നു. ഒരു ലക്കിയായിരുന്നു എനിക്ക്. ഇത്തവണ ആ ലക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ലക്കച്ച് ഒന്ന് നില വൃത്തിയാക്കിയായിരുന്നു. അങ്ങനെയല്ല ഇവിടെ നമ്മുടെ ഫാൻസുകാരൊക്കെ പറഞ്ഞു വിജയേട്ടൻ അവിടെ ഫാൻസ് പറയും. പക്ഷെ അവർ കളിച്ചിട്ട് ഫാൻസിന് എന്തുവാണേ പറയാം അല്ലെ. അവർ സപ്പോർട്ട് ചെയ്യുന്ന കാരണം അല്ല ഏത് ടീമിൽ ഏത് ടീമിൽ അവർ പറയണം ഭാവി കൊണ്ട് ജയിച്ചാണ് ഭാവി. ഈ മെസ്സിക്ക് ഇല്ലാത്ത ട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും ട്രോൾ ചെയ്യാൻ കളിച്ച് കാണിച്ചു കൊടുത്താലേ. ഇത്തവണത്തെ കളി ട്രോൾ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെതായ ഡീസൻസിൽ ട്രോൾ ചെയ്യുന്നത്. ഇത്തവണത്തെ കളിയിൽ റഫറിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് പരാതി പരിഭവം വന്നിട്ടുണ്ടായിരുന്നു. ഫിഫ നല്ലതാണ് ഉണ്ടായത്. നാല് കൊള്ളു നാല് കൊള്ളു വേറെ ടീമല്ല. അർജന്റീന